ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരിക്കായെന്ന ശുദ്ധീകരിക്കാം യേശുവേ നിന്റെ രക്തത്താൽ. ശക്തീകരിക്കായെന്ന ശക്തീകരിക്കാം യേശുവേ നിന്റെ വചനത്താൽ. നയിച്ചിടുക എന്നെ നയിച്ചിടുക യേശുവേ നിന്നുടെ അഭിഷേകത്താൽ. നിർത്തിടുക എന്നെ നിർത്തിടുക യേശുവേ നിന്നുടെ തിരുകൃപയാൽ. ശുദ്ധീകരിക്കാം എന്നെ ശുദ്ധീകരിക്കാം യേശുവേ നിൻ തിരുരക്തത്താൽ. ശക്തീകരിക്കാം എന്നെ ശക്തീകരിക്കാം യേശുവേ നിൻ തിരുവചനത്താൽ. ശുദ്ധീകരിക്കാം എന്നെ ശുദ്ധീകരിക്കാം യേശുവേ നിൻ തിരുരക്തത്താൽ. ശക്തീകരിക്കാം എന്നെ ശക്തീകരിക്കാം യേശുവേ നിൻ തിരുവചനത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തെ പുകഴ്ത്തട്ടെ. സർവ്വകാലവും സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പ്രഭാതത്തിൽ ദേവദാസന്റെ ശുശ്രൂഷ കേട്ടപ്പോൾ ഞാൻ എന്നെ ചിന്തിച്ചു, എന്താണ് രാത്രികളിൽ മെസ്സേജ് കൊടുക്കുക ഇതിങ്ങനെ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 4-5 മണി വരെ ഞാനിങ്ങനെ ചിന്തിച്ചു. ഒന്നും വ്യക്തമായിട്ട്. എന്നാൽ 5 മണിക്ക് ശേഷം യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴെങ്കിലും യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ അതിന് ആധാരമായിട്ട് എന്തെങ്കിലും സബ്ജക്റ്റ് പറയാൻ ആഗ്രഹിക്കുക, അതെല്ലാം തന്നെ തൊണ്ട വല്ലാണ്ട് ഇടറുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഒന്നും ഇതുവരെ ഇല്ലാത്തൊരു ചുമയും തൊണ്ടവേദനയും തൊണ്ടയ്ക്കൊരു അസ്വസ്ഥതയും ഇങ്ങനെ വരുവാനായിട്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്താ എന്തുകൊണ്ടെന്നാൽ യേശുവിൻ്റെ രക്തത്തെ ഏറ്റവും അധികം പേടിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ തന്നെ പിശാച് ഭയം ഓടുന്ന അവസ്ഥകൾ. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങൾ ഒടിയുന്ന, മന്ത്രങ്ങൾ ഹല്ലേലൂയ ഇല്ലാതാകുന്ന ഹല്ലേലൂയ അവസ്ഥകൾ ഉണ്ടാകും. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അത്രമാത്രം വലുതാണ്. ഹല്ലേലൂയ. നാം അറിയാതെ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് യേശുവിൻ്റെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസൻ ഹല്ലേലൂയ സകലരെയും രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രാർത്ഥന നമുക്കെല്ലാം വലിയൊരു കോട്ട. ഹല്ലേലൂയ. അത്രത്തോളം യേശുവിൻ്റെ രക്തത്തിന് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഏറെക്കുറെ 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ ഹല്ലേലൂയ ഊർന്നിറങ്ങിയ രക്തത്തിൻ്റെ ശക്തിയാണ് ഇന്നും ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളെ മുദ്രയിട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരിക്കൽ ഇപ്പോഴല്ല, ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ ഈ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന ഒരു മെസ്സേജ് തയ്യാറാക്കി പ്രസംഗിക്കാനായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് കരട് പോകുന്നു. ഇതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഷീറ്റിൽ തേങ്ങ വീഴുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇരിക്കുന്ന ആൾക്കാർ യേശുവിൻ്റെ രക്തം പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രത്യേക അപശബ്ദം ഉണ്ടാക്കുന്നു. ചിലരൊക്കെ ഹല്ലേലൂയ വെള്ളം കുടിക്കാൻ ഇറങ്ങിപ്പോകുന്നു, ചിലർ ബാത്റൂമിലേക്ക് പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ ഒരു പാട്ട് പാടിയപ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം, ആ പാട്ട് ഇന്ന് ഓർമ്മയുണ്ട്. ഹല്ലേലൂയ എന്നെ ശുദ്ധീകരിക്കാൻ പറഞ്ഞ ആ പാട്ട്, കർത്താവിൻ്റെ രക്തം. ആ പാട്ട് പാടിയപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ചു. ഹല്ലേലൂയ. സാധാരണ അങ്ങനെ ആ പാട്ട് പറയാറില്ല, പക്ഷേ അന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ അവരെ കൊണ്ട് ഹല്ലേലൂയ പാടിപ്പിക്കുകയാണ്. ഇങ്ങനെ അവരോട് 4 വരി ഏറ്റു പറയാൻ ഹല്ലേലൂയ തുടങ്ങിയപ്പോൾ തന്നെ അവരിൽ പലരും പുറത്തു പോയിട്ട് തിരിച്ചു വരുവാനും ഹല്ലേലൂയ പലർക്കും അസ്വസ്ഥതകളാണ്. അതിൽ ഫസ്റ്റ് ഹല്ലേലൂയ സ്തോത്രം ആ 4 വരികൾ പാടുമ്പോൾ തന്നെ ജനത്തിനോട് ഇരിക്കാൻ പറ്റാത്ത, അതായത് പൈശാചിക സംബന്ധമായ അസ്വസ്ഥത ഉള്ളവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത നിലയിൽ ഒരു അഭിഷേകം. ഇത് ഹല്ലേലൂയ പ്രസംഗത്തിന്റെ കഴിവോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, യേശു രക്തത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എഫെസോസ്യർക്ക് ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഒരിക്കൽ കൂടി. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ
സമീപസ്ഥരായി തീർന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തോത്രം കർത്താവേ, ഇവരായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആകാശഭൂമി അനന്തകൂടി നക്ഷത്രങ്ങൾ സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനും നല്ലവനും പരിശുദ്ധനും നിത്യമായ ദൈവത്തിന് മഹത്വം. കർത്താവേ, ഞങ്ങളുടെ കൃപയും ദൈവവും സ്നേഹവും രക്തത്തിന് ശുദ്ധിയും വചനത്തിന് ശക്തിയും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവഹിതമില്ലാത്ത വാക്ക് ചുരുക്കുവാൻ അടിയന്റെ നാമിനെയും അനുവദിക്കരുത് താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ പ്രതീകം യേശു വൻ കാര്യങ്ങൾ ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. താഴ്ത്തുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഏത് രീതിയിലാണ് ദൂരസ്ഥർ? പാപത്താൽ, ശാപത്താൽ, വിഗ്രഹാരാധനയാൽ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ഏറെക്കുറെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, നല്ലൊരു ഭൂരിഭാഗം വ്യക്തികളും ഒരുപക്ഷെ വിഗ്രഹാരാധനയിൽ ബന്ധപ്പെട്ടവരായിരിക്കാം. അങ്ങനെ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ആ നിങ്ങൾ, പാപത്താലായിരുന്നു നിങ്ങൾ, ശാപത്താലായിരുന്നു നിങ്ങൾ, ബന്ധനത്തിലായിരുന്നു നിങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, വിഗ്രഹാരാധനയാലായിരുന്നു നിങ്ങൾ, ആ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, ക്രിസ്തുവിന്റെ കരുണയാൽ, ഹല്ലേലൂയ സ്തോത്രം. അടുത്ത പറയുന്നു ക്രിസ്തുവിന്റെ രക്തത്താൽ. അപ്പൊ ക്രിസ്തുവിന്റെ കരുണയാൽ, ക്രിസ്തുവേശുവിൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അതായത് ഹല്ലേലൂയ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവത്തോട് അകവഴി സ്നേഹിക്കുവാൻ ഹല്ലേലൂയ ഉള്ള പ്രാപ്തിയുള്ളവരായി തീർന്നു. ഹല്ലേലൂയ. എങ്ങനെ പ്രാപ്തിയുള്ളവരായി തീർന്നു? ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുപ്പമുള്ളവരായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിൽ പാടിയ ഒരു പാട്ടുണ്ട്, ഞാൻ യോഗ്യനല്ല യേശുവേ, ഹല്ലേലൂയ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല ദൈവമേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര വലിയ സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര വലിയ സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. യോഗ്യനല്ല യേശുവേ, സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല ദൈവമേ, നന്മ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആരും യോഗ്യരല്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ ദയയാൽ ഹല്ലേലൂയ നാം യോഗ്യരായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, കഴിഞ്ഞ കാലത്തെ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, കഴിഞ്ഞ കാലമുള്ള ജീവിത രീതികളെ ചിന്തിച്ചാൽ ഒരിക്കലും ബൈബിൾ എടുക്കുവാനോ ദൈവനാമത്തെക്കുറിച്ചൊന്ന് പറയുവാനോ ഒരു യോഗ്യതയില്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ. അത്തരത്തിൽ യോഗ്യതയില്ലാത്ത വ്യക്തികളെ ഹല്ലേലൂയ ദൈവഭാഗത്ത് കൊണ്ടുവന്ന് അവരെ നിർമ്മലതയിലേക്ക് നയിച്ച് ഹല്ലേലൂയ സ്തോത്രം നിത്യതയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം സഞ്ചാരപഥത്തിലൂടെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ തന്നെ രണ്ടാമത്തെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിക്രമങ്ങളാലും, ഹല്ലേലൂയ, ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് പിശാചിനെ സേവിച്ചു നടന്നു എന്നർത്ഥം. ഹല്ലേലൂയ സ്തോത്രം. അതാ അനുസരണക്കേടിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കുന്ന അധിപതിയായവരെയും
നിങ്ങൾ അനുസരിച്ച് നടന്നു. നാം ഏവനെയാണോ അനുസരിക്കുന്നത്, ഏതിനെയാണോ അനുസരിക്കുന്നത്, അവൻ്റെ അടിമകളാണ്. ഇന്ന് നാം കർത്താവ് യേശുവിൻ്റെ അടിമയാണ്. ഹല്ലേലൂയ. ഒരർത്ഥത്തിൽ നാം അടിമയാണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹിതരാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നാം ഹല്ലേലൂയ സ്തോത്രം പിശാചിന്റെ അടിമകളായിരുന്നു. ഹല്ലേലൂയ. അതാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ അന്ന് അങ്ങനെ ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന ആ വ്യക്തികൾ അന്ന് അങ്ങനെയായിരുന്നു. അത് നമ്മെ തിരിച്ചെടുത്ത് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും ഹല്ലേലൂയ മറ്റുള്ളവർ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം, ആ പദം കണ്ടില്ലേ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എത്ര മഹനീയമായൊരു കാര്യമാണിത്. ഹല്ലേലൂയ. പാപത്തിലും ശാപത്തിലും കിടന്ന നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും ക്രിസ്തുവിൻ്റെ രക്തത്താലും വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയ വലിയ നിമിഷം. പണ്ട് കോപത്തിൻ്റെ മക്കളായിരുന്ന, പിശാചിൻ്റെ അടിമകളായിരുന്ന, പിശാച് പറയുന്നത് കേൾക്കുന്ന, പിശാച് പറയുന്നത് അനുസരിക്കുന്ന വ്യക്തികളായിരുന്ന ആ വ്യക്തിത്വങ്ങളെ ഇന്ന് ദൈവം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന വ്യക്തികളാക്കി. നമുക്ക് ദേഷ്യം വരാറുണ്ട്, നമുക്ക് കോപം വരാറുണ്ട്, നമുക്ക് ധാർഷ്ട്യം വരാറുണ്ട്. എങ്കിലും അവയെല്ലാം തന്നെ നാം പെട്ടെന്ന് മാറ്റിക്കൊണ്ട്, അയ്യോ ഞാനൊരു ദൈവവേദലാണ്, പാപം ചെയ്യാൻ തോന്നാറുണ്ട്, ഹല്ലേലൂയ ചീത്ത വിളിക്കാൻ തോന്നാറുണ്ട്. എന്നാൽ അത്തരം പ്രവൃത്തികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ് എന്ന ബോധ്യത്തോടുകൂടെ, ഒരു തിരിച്ചറിവോടുകൂടെ നാം മാറി നിൽക്കുന്ന ഒരു പ്രവണത. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. നാം ക്രിസ്തുവിനെ ഭയപ്പെട്ട് ഹല്ലേലൂയ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തു നമ്മളിൽ ചെലുത്തിയ പരിവർത്തനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ നാം ഭാഗ്യമുള്ളവരാണ്. പെന്തക്കോസ്ത് ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഭാഗ്യമുള്ളവരെന്ന് പറയാൻ കാര്യം, ഹല്ലേലൂയ മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെയോ വ്യത്യസ്തത നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവം ചെലുത്തുന്നു. ഹല്ലേലൂയ ദൈവം ചെലുത്തുന്ന ആ സ്വാധീനം നമ്മുടെ ഹല്ലേലൂയ ഇന്ദ്രിയങ്ങളിൽ നിറഞ്ഞുകൂടുന്ന കോപത്തെ മാറ്റുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന ഹല്ലേലൂയ വൈരാഗ്യബുദ്ധിയെ മാറ്റുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ തികഞ്ഞു വരുന്ന പാപത്തിൻ്റെ സ്വാധീനത്തെ കുറയ്ക്കുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ തികട്ടി വരുന്ന അസൂയയുടെ പോരിനെ മാറ്റുന്നു. ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ വരുന്ന ഹല്ലേലൂയ നെഗറ്റീവ് ചിന്തകളെ മാറ്റുന്നു, ഹല്ലേലൂയ ആത്മഹത്യാ ചിന്തകളെ മാറ്റുന്നു. ഇങ്ങനെ ഹല്ലേലൂയ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നാം ദുഷ്ടമനുഷ്യരെ പോലെ ആകാതിരിക്കുവാൻ പ്രത്യേകം ദൈവത്തിൻ്റെ കരുണയാൽ കൃപയാൽ മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്തോ ഒരു മാറ്റം നാമും ജാതികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ജീവിക്കുവാൻ ഒരു ഹല്ലേലൂയ സ്തോത്രം. എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെന്തക്കോസ്ത് വ്യക്തികൾ ഒത്തിരി ചീത്ത വിളിക്കുന്നതായിട്ട്. പെന്തക്കോസ്ത് വ്യക്തികൾ ഹല്ലേലൂയ സ്തോത്രം മൺവെട്ടിയും കോടാലി എടുത്ത് ഒരു വെട്ടാൻ കൊടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കള്ളു കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. വിചാരം ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെന്തക്കോസ്ത് അനുഭാവികളിൽ നല്ല ഭൂരിപക്ഷം തന്നെ അങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. എങ്കിലും പിശാചിന്റെ പ്രവൃത്തികൾ അവരിൽ വരുമ്പോൾ അത്തരം പ്രവണതകളിലേക്ക് ചില പോകാം. എങ്കിലും ദൈവം അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ ദൈവം നേർവഴിയിലേക്ക് നയിക്കുന്ന വിധങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്വാധീനമുണ്ട്, സഭയുടെ പ്രാർത്ഥനയുണ്ട്. പിന്മാറ്റത്തിൽ പോകുന്നവരോട് ഹല്ലേലൂയ ദേവദാസനും ദൈവസഭയും ഒക്കെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ മടങ്ങി വരുന്ന പശ്ചാത്തലം നാം കാണാറുണ്ട്. ഹല്ലേലൂയ. പാപത്തിന്റെ അതിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുവിശേഷകനോ ഒരു പ്രവാചകനോ ഒന്ന് പ്രസംഗിക്കുമ്പോൾ അവന്റെ പാപം ഉണർത്തുവാനായിട്ട് വെമ്പൽ വിടുമ്പോൾ ആ വ്യക്തി പാപത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ കൃപയിലേക്ക് മടങ്ങി വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഓരോ പെന്തക്കോസ്ത് അനുഭാവികളിലേക്കും ഇടയ്ക്കിടയ്ക്ക് സ്വാധീനം ചെലുത്തി അവരെ നിർമ്മലതയുള്ളവരായി നിഷ്കളങ്കരാക്കി മാറ്റി നിത്യതയിലേക്ക് വഴി നടത്തുന്ന ഇതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ഹല്ലേലൂയ സ്തോത്രം നിത്യേന നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം.
വെള്ളം മാത്രമല്ല, കുളിക്കുമ്പോൾ സോപ്പ് കൂടെ ഉപയോഗിച്ച് ഹല്ലേലൂയ നമ്മുടെ മാലിന്യങ്ങൾ, അതുപോലെയാണ് അനുദിനം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വരുന്ന പാപത്തിൽ നാം ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് പാപത്തിൻ്റെതായ ലോകത്തിൻ്റെ പാപത്തിൻ്റെ കറകൾ വരാൻ സാധ്യതയുണ്ട്. പൊടിപടലങ്ങൾ നമ്മുടെ ദേഹത്തടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചിന്തകളോ പ്രവൃത്തി മണ്ഡലങ്ങളോ വരാൻ നിന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മെ വീണ്ടും ശുദ്ധീകരിച്ച് ഹല്ലേലൂയ ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം നൽകി ഹല്ലേലൂയ സ്തോത്രം നമ്മെ ദൈവം മാറ്റും. ദൈവം ഹല്ലേലൂയ നമ്മെ ശുദ്ധീകരിക്കുന്ന വിധങ്ങളാണ് ഉപവാസ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ സ്തോത്രം. എന്തിനാണ് ഹല്ലേലൂയ മാസത്തിൽ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നത്? ഹല്ലേലൂയ പാസ്റ്റർക്ക് പൈസയ്ക്ക് വേണ്ടി താല്പര്യമുള്ളതുകൊണ്ടോ അല്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ഒന്ന് ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ഹല്ലേലൂയ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ ചില കുറവുകൾ, ഒരു ഓട്ടോക്കാരനോട് കയർത്ത് സംസാരിക്കുക, ഓട്ടോക്കാരൻ 25 രൂപ ചോദിക്കും, അല്ലെ 50 രൂപ ചോദിക്കുമ്പോൾ അവരോട് തർക്കിക്കുക. അപ്പം അതും ഒരു കുറവാണ്. എന്ത് ദൈവം കാണുന്ന കുറവുകൾ ചില്ലറ കുറവൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടുക, ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ ശാപം ഉണർത്തുന്ന ഏതൊരു കാര്യവും ദൈവസന്നിധിയിൽ കുറവുള്ളവരാണ്. ഹല്ലേലൂയ കുറവുള്ളതായി തീരും. അപ്പോൾ അത്തരം കുറവുകൾ പരിഹരിക്കാനും നാം കുറെ കൂടെ ദൈവത്തോട് അടുക്കുവാനും ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാനുമാണ് ഉപവാസ പ്രാർത്ഥനകൾ വെക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദാസന്മാർ പറയുന്ന വചനവും ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവിക കീർത്തനങ്ങൾ കുറച്ചു നേരത്തെ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ സ്തോത്രം കുട്ടികൾ ഇങ്ങനെ അവസാന പാട്ട് പാടിയപ്പോൾ ഹല്ലേലൂയ ശക്തമായ ഒരു അഭിഷേകം വ്യാപരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവ കീർത്തനങ്ങൾ പാടുമ്പോൾ ഹല്ലേലൂയ കൊച്ചുകുട്ടികളാണ്, അവരെന്തോ പാടുന്നതെന്നല്ല, അവർ അത് പാടുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി പാടുമ്പോൾ നമ്മുടെ വിഷമതകൾ നാം മറക്കും. ഹല്ലേലൂയ. നമ്മുടെ സങ്കടങ്ങൾ മറക്കും. അല്ലെങ്കിൽ നമ്മുടെ അവശ്യബോധമായി നിൽക്കും. ചിലപ്പോൾ സാമ്പത്തിക ശൂന്യതയായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതികൂല രോഗശാഖിലെ എന്തൊക്കെയാണെങ്കിലും ദൈവീയ കീർത്തനങ്ങൾ നാം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉരുകി മാറുന്നത് പോലെ, മഞ്ഞുരുകി മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവം നിങ്ങളെയും ഉയർപ്പിച്ചു. പണ്ട് കോപത്തിന്റെ മക്കളായിരുന്നു നിങ്ങളെ ദൈവത്തിന്റെ മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചതായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, ഹല്ലേലൂയ, നാം ക്രിസ്തുവിനോട് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ ശിക്ഷയിൽ നിന്ന് ഒഴിവായിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പണ്ടങ്ങനെ ആയിരുന്ന നിങ്ങൾ, പണ്ടങ്ങനെ ആയിരുന്ന ഞാനൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയാൽ ഹല്ലേലൂയ വിടുവിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. കാതത്തിരുകരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. കാതത്തിരുകരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. എങ്ങനെയാണ്? ആഴിയാഴത്തിൽ, പാപത്തിൻ്റെതായ ആഴത്തിൽ കിടന്ന ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു. കൂരിരുൾ എന്നെ മറപിടിച്ചു, കാതത്തിരുകരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. എത്ര വലിയ സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം! ആഴിയാഴത്തിൽ കിടന്ന, പാപത്തിൽ കിടന്ന, നീചമായ ഹല്ലേലൂയ മണ്ഡലങ്ങളിൽ കിടന്ന, നിജമായ പാരമ്പര്യങ്ങളിൽ കിടന്ന, ശാപങ്ങളിൽ കിടന്ന, ബന്ധനങ്ങളിൽ കിടന്ന, വിഗ്രഹാരാധനയിൽ കിടന്ന നിന്നെ ആഴത്തിൽ നിന്ന് വലിച്ചെടുത്ത്, അല്ലെങ്കിൽ ഹല്ലേലൂയ കൈനീട്ടി വലിച്ചെടുത്ത് നിന്നെയും ഒരു പെന്തക്കോസ്ത് സഭയിൽ ഒരു കൂട്ടായ്മയിൽ കൊണ്ടുവന്ന വലിയ ദൈവസ്നേഹത്തെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഹല്ലേലൂയ. അത്തരത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് എങ്ങനെ വരാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലുള്ള മണ്ഡലങ്ങളിൽ വരുന്ന പാപത്തിന്റെ കറകളെ, ശാപത്തിന്റെ കറകളെ എല്ലാം നികത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും യോഗ്യരാക്കി മാറ്റുന്നു, ഒന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. കുറവുകളെ നികത്തുവാൻ ദൈവത്തിന്റെ രക്തത്തിന് കഴിയുന്നു. കാരണം ക്രിസ്തുവിന്റെ രക്തം നിഷ്കളങ്കമായ രക്തമാണ്, നിർമ്മലമായ രക്തമാണ്.
നിർദോഷിയായ യേശുവിൻ്റെ രക്തമാണ്. പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് പിശാച് പേടിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ രക്തത്തെ പിശാച് പേടിച്ച് വിറയ്ക്കുന്നതിന് കാരണം പാപമില്ലാത്തവൻ്റെ രക്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് അവൻ്റെ കൂട്ടാളികളും പാപത്തിൽ കിടക്കുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ക്രിസ്തു പാപമില്ലാത്തവൻ. ഹല്ലേലൂയ, പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, അവൻ്റെ രക്തത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, സ്തോത്രം, ഇറങ്ങി വരുമ്പോൾ പിശാചിൻ്റെ ഹല്ലേലൂയ കുതന്ത്രങ്ങൾ, ഹല്ലേലൂയ, തകർന്നു പോകും. വിഗ്രഹാരാധന മണ്ഡലങ്ങൾ തകർന്നു പോകും. ഹല്ലേലൂയ, അന്യഭാഷ അറിയാത്തവർ പോലും ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ അവിടുത്തെ ആന്റിക്ക് ചലിക്കുന്നു. അന്യഭാഷ ഒരുപക്ഷെ അറിയാത്തവർക്ക് പോലും ഹല്ലേലൂയ യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പിശാച് ഓടിപ്പോകുന്ന സമയമുണ്ട്. ഹല്ലേലൂയ, അത് ഒരു ക്ഷേത്ര പരിസരത്തിലൂടെയോ അല്ലെങ്കിൽ ഹല്ലേലൂയ മന്ത്രവാദങ്ങൾ ചെയ്യുന്ന തരത്തിലൂടെയോ നിങ്ങൾ യേശുവിൻ്റെ രക്തം പറഞ്ഞ് വെക്കുമൊക്കെ ഹല്ലേലൂയ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിശാച് നിങ്ങളെ കൊണ്ട് ഓടിപ്പോകും. നിങ്ങളെ അല്ല, സ്തോത്രം, നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന യേശുവിൻ രക്തമെന്ന് പറയുമ്പോൾ പിശാച് വിറയ്ക്കും. ഹല്ലേലൂയ, യേശുവിൻ രക്തം എന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ മന്ത്രങ്ങളുടെ കെട്ടഴിയും. ഹല്ലേലൂയ, അവൻ്റെ ആഭിചാരങ്ങൾ തകർന്നപ്പെടും. ഹല്ലേലൂയ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഹല്ലേലൂയ, യേശുവിൻ രക്തം പറയുമ്പോൾ നിന്റെ വീട്ടിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ, ഒരു പ്രവാചകനും വന്ന് പ്രവചിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, യേശുവിൻ രക്തം നീ 1 മണിക്കൂർ എന്ന് പറഞ്ഞു നോക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ മുഖരിതമാകുന്ന യേശുവിൻ രക്തത്തിന്റെ ശക്തി. ഇത് പറയുമ്പോൾ എനിക്ക് ആ വിഷയം വ്യാപരിക്കുന്നു. ഇത്രേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കുറച്ചുകൂടെ പറഞ്ഞാൽ ഇപ്പൊ പറക്കുന്ന ലെവലിലേക്കും. ഹല്ലേലൂയ, അപ്പൊ യേശുവിൻ രക്തം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത അഭിഷേകത്തിന്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങും. അവിടെ ഹല്ലേലൂയ കെട്ടുകൾ പൊട്ടും. ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ നിനക്കെതിരെ ചെയ്ത ആഭിചാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ സർപ്പശക്തികൾ ഓടി മാറും. സർപ്പശക്തികളെ പരിശുദ്ധാത്മ കത്തിക്കും. അന്ധകാര കെട്ടുകൾ പൊട്ടും. റിമന വൈഡ ശംഭു റിഖാന റിമനം വൈഡം ശംഭു അട്ടോ വൈഡോ ശംഭു റികലോ റികസോ നശകോ റമനോ വൈഡം ശംഭരിക്കലോ റിമന വൈഡം ശബ്ദം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപനം. അന്ധകാരത്തിന്റെ കെട്ട് പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. ആഭിചാര കെട്ട് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അന്യഭാഷകൾ നാവിൽ കടന്നു വരട്ടെ. പ്രാർത്ഥനാഭരിതമായ വാക്കുകൾ കടന്നു വരട്ടെ. എല്ലാ നെഗറ്റീവുകളും മാറട്ടെ. യേശുവിന്റെ ശക്തിക്കുള്ള അന്ധകാരം നിൽക്കാൻ കഴിയില്ല. അന്ധകാര ശക്തി നിൽക്കാൻ കഴിയില്ല. യേശുവിന്റെ അഭിഷേകം ചലിക്കുന്നു. ചലിപ്പിക്കുന്ന ചില വ്യക്തികളുടെ മേൽ യേശുവിന്റെ രക്തം പ്രതിഫലിക്കുന്നു. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. തൊടുന്നു. അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ ശക്തി ഈ സഭയിൽ ആളിക്കത്തുന്നു. ചിലരുടെ ഉള്ളങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ചെല്ലുന്നു. നിൽക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ മഹാശക്തിയാൽ അവർ ദൈവത്തെ തുതിച്ച് മഹത്വപ്പെടുന്നു. യേശുവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കട്ടെ. കണ്ണുകളെ ശുദ്ധീകരിക്കുന്നു. ചിന്തകളെ ശുദ്ധീകരിക്കുന്നു. നാവിനെ ശുദ്ധീകരിക്കുന്നു. യേശു ശുദ്ധീകരിക്കുന്നു. നാവിനെ ശുദ്ധീകരിക്കുന്നു. യേശുവേ, അന്ധകാരത്തിന്റെ ശക്തികൾ പൊട്ടുന്നു. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ നാവ് കൊണ്ട് സ്തുതിക്കുമോ, ദൈവം ജ്ഞാനത്താൽ നിറയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. നാം കേട്ടിട്ടില്ലേ, 7ാം ക്ലാസ് വരെ പഠിച്ചവർ ദൈവനാമം ശക്തമായി പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, മന്ദബുദ്ധിയായിരുന്നവർ. ഹല്ലേലൂയ, തീരെ ബുദ്ധി എന്ന് ജനം വിളിച്ചവർ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ വചനവും എടുത്ത് പ്രസംഗിത് കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അവർ ദൈവം ശുദ്ധീകരിച്ച് അവരുടെ നാവിനെ ശുദ്ധീകരിക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ പ്രവചനാത്മാവിനെ കൊണ്ട് ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഭക്തൻ പാടിയ പാട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഓർമ്മയിൽ വരുന്നില്ല. ഏതു ഗുണം എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ, ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാദാ. ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാദാ. നിൻ തിരുനാമം നിമിത്തം
നീതിമാർഗത്തിൽ തിരിച്ചു. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. ഹല്ലേലൂയ. ഏത് ഗുണമെന്ന് എനിക്കറിയില്ല, എന്ത് പറയാൻ എന്ത് ഗുണമാണുള്ളത്? ഹല്ലേലൂയ. ഒരു ഗുണവുമില്ല. എന്നാൽ ദൈവത്തിന്റെ കരുണ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാൽ നീതിമാർഗത്തിൽ തിരിയപ്പെടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതം മാറും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതം മാറും. ഇവിടെ കടന്നു വരുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ട സന്തോഷത്തിന്റെ ഹല്ലേലൂയ എന്തൊരു മാറ്റമാണ് ഉണ്ടായത്. ഹല്ലേലൂയ, സ്തോത്രം. ജാതികൾ ഞെട്ടുന്ന രീതിയിൽ ഹല്ലേലൂയ ഒരു പ്രവചനാത്മാവിൽ പറയാണ്, ഈ വർഷം തീരുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, അന്യഭാഷയിലല്ല പറഞ്ഞത്, ഇനി പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം, ഈ വർഷം തീരുന്നു, അതായത് 2024 ഡിസംബർ 31 മുമ്പ് ഹല്ലേലൂയ സ്തോത്രം സന്തോഷം ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ആൾക്കാർ കാണുക, ഹല്ലേലൂയ മൈക്കെടുത്ത് ദൈവനാമം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം കാണും, നമ്മുടെ കണ്ണാൽ കാണും. ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിക്കും? ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിൽ സംഭവിക്കും. ഇന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഹല്ലേലൂയ സന്തോഷത്തിൽ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം കയറി ഇറങ്ങുന്ന ഒരു രാത്രിയുടെ യമമായി ഹല്ലേലൂയ നമുക്ക് സന്തോഷത്തോട് വരവേൽക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന് അത്തരത്തിലെ ശക്തി കൊണ്ട് ഹല്ലേലൂയ സന്തോഷിനെ കഴിഞ്ഞ കാലങ്ങളിൽ തകർത്ത അന്ധകാര കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് സന്തോഷം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ സന്തോഷിന്റെ ഭവനത്തിനകത്തളങ്ങളിൽ നടമാടിയ പിശാചിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവഹിക്കും. In the name of Jesus, യേശുവിൻ നാമത്തിൽ റമനവയുടെ ശബ്ദം, യേശുവിൻ രക്തത്തിന്റെ ശക്തി ആ മകന്റെ മേൽ പ്രതിഫലിക്കട്ടെ. പിതാവ്, ഞങ്ങളുടെ പുത്രന്റെ രക്തത്തിന്റെ ശക്തിയാൽ അവൻ വിടുവിക്കപ്പെടട്ടെ. അവനെ കെട്ടിവച്ചിരിക്കുന്ന നുഖങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഈ രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ഒരു വലിയ പുഴ ഒഴുകുന്നത് പോലെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അവൻ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ പിശാച് നടമാടുന്ന എല്ലാ പ്രക്രിയകളും പിതാവിന്റെ പുത്രന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്നത് നിർവീര്യമാകട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ സ്നേഹം അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങുന്നു. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ അഗാധമായ സ്നേഹത്താൽ അവൻ ഇന്ന് നിറയപ്പെടുന്നു. യേശുവേ, അങ്ങ് സ്നേഹിച്ചവരെ, അങ്ങ് സ്നേഹിച്ചവരെ, അങ്ങ് സ്നേഹിച്ചവരെ പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിനുള്ളവരെ, യേശുവിനുള്ളവരെ ഒരു അന്ധകാര ശക്തിക്കും തൊടാൻ കഴിയില്ല. ഇന്ന് അത് സന്തോഷം സംഭവിക്കട്ടെ. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. ജ്ഞാനത്താൽ നിറയട്ടെ, നല്ല ഗുണങ്ങളാൽ നിറയട്ടെ. അന്ധകാര കെട്ടുകൾ മാറട്ടെ, ശാപകെട്ടുകൾ മാറട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ. ഭാവിയെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടന്റെ സ്വാധീന വലയങ്ങൾ in the name of Jesus ഈ രാത്രിയിൽ അഴിഞ്ഞു പോകട്ടെ. കെട്ടുപൊട്ടി പാമ്പുകൾ, സർപ്പശക്തികൾ, പിശാചേ നിന്റെ കെട്ടുകൾ പൊട്ടുന്നു. സർപ്പശക്തികളുടെ കെട്ടുകൾ പൊട്ടുന്നു. അത് പരിശുദ്ധാത്മന തീയാൽ കത്തി ഉരുകുന്നു. ഇപ്പോൾ അത് ഞാൻ കാണുന്നു. ചില സർപ്പശക്തികൾ, ചില സർപ്പശക്തികൾ, ചില സർപ്പശക്തികൾ തീ 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 വെന്തരിയുന്നത് പോലെ ഹല്ലേലൂയ രക്തം ചെയ്യപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അത് എരിഞ്ഞു മാറുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ മാറുന്നു. അത്ഭുതങ്ങളുടെ ദൈവം, വിടുതലിന്റെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ അസംഖ്യം അത്ഭുതങ്ങൾ ചെയ്യും. ചലിക്കുന്നു, 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 ചലിക്കുന്നു. ഇത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. നിർമ്മലമായ രക്തം, നിഷ്കളങ്കമായ രക്തം, നിർദോഷിയായ യേശുവിന്റെ രക്തം. ആ രക്തത്തിന്റെ ശക്തി അന്ധകാരങ്ങളെ തകിടമറിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ രക്തം ചെയ്യുന്ന സ്വാധീനം ചെറുതല്ല. ഇന്ന് ഈ പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് വേണ്ടി കാൽവരി കുലക്കളത്തിലൂടെ യേശുവിന്റെ രക്തം ഒഴുകി 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 ഹല്ലേലൂയ മാനവരാശിയുടെ പാപങ്ങൾ മുഴുവൻ ഹല്ലേലൂയ എടുത്ത ഒരു മഹാദൈവത്തെയാണ് നാം ബൈബിളിൽ കാണുന്നത്. ഹല്ലേലൂയ. ബൈബിളിൽ കാണുക മാത്രമല്ല, നാം അനുഭവിക്കുകയും ചെയ്യുന്നു. വേറെ ഏത് മതത്തിലുണ്ട് ഇതുപോലൊരു ദൈവം? ഹല്ലേലൂയ. വേറെ ഏത് മതസംഹിതകളിലുണ്ട് ഇതുപോലെ സ്നേഹിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവം? ഹല്ലേലൂയ. സകല മനുഷ്യന്റെയും പാപം ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഹല്ലേലൂയ നമുക്ക് വേണ്ടി മരിച്ച ഒരു മഹാദൈവത്തെയാണ് നാം ബൈബിളിൽ കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം.
ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ സ്തോത്രം, നാളെ വരാൻ പോകുന്ന ആ ഒരു ദേവദാസൻ ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ട് വളരെയധികം ഹല്ലേലൂയ സ്തോത്രം ഒരു വാക്ക് പോലും നമുക്ക് പുറത്തോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ത പോലും തരാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം കണ്ണ് നിറയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സാക്ഷ്യവചനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊടും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മണ്ഡലങ്ങളിൽ കിടന്ന വ്യക്തികളെയും യേശു അഗാധമായി സ്നേഹിക്കുന്നു. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മെ ദൈവം ഹല്ലേലൂയ കണ്ണുനീരാൽ നിറയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പാപങ്ങളെ നിർമ്മലീകരിക്കുന്നു, നമ്മുടെ ശാപങ്ങളെയും നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എത്ര കടും പാപികളെയാണ് ദൈവം നല്ലവനാക്കി മാറ്റിയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, വരുവിൻ നമുക്ക് മത്സരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം വായിക്കാം. യെശയ്യാവ് 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ, നാം പഞ്ഞി കണ്ടിട്ടില്ലേ, നല്ല വെളുത്ത പഞ്ഞി. ഹല്ലേലൂയ. രക്താംബരം എന്ന് പറഞ്ഞാൽ രക്തത്താൽ മുഖരിതമായ ഒരവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്ന പാപം, കടും ചുവപ്പായ പാപത്തെയും ഹല്ലേലൂയ പഞ്ഞി പോലാക്കി തീർവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ. ഒന്നുണ്ട്, ദൈവത്തിന് മുമ്പിൽ സമർപ്പണം ചെയ്യും. കർത്താവ് ജീവിതത്തിൽ വന്ന കുറവുകൾ, ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ കുറവുകൾ ഹല്ലേലൂയ ദൈവദാസനോട് ഏറ്റു പറയേണ്ട. ഹല്ലേലൂയ ദൈവത്തോട് ഏറ്റു പറയുക. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾ കിടക്കുന്ന കട്ടലിന് ഹല്ലേലൂയ സമീപത്ത്, അല്ലെങ്കിൽ കട്ടലിനോട് ചേർന്ന്, അല്ലെങ്കിൽ തറയോട് ചേർന്ന്, അല്ലെങ്കിൽ പായോട് ചേർന്ന് മുട്ടുകുത്തി സർവശക്തനാ ദൈവത്തോട് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പൊഴിയും. ഈ കണ്ണുനീർ നിങ്ങളറിയാതെ ഇങ്ങനെ പൊഴിഞ്ഞ് തറയിൽ ഇങ്ങനെ വീഴുന്നത് കാണാൻ കഴിയും. എത്ര നിയന്ത്രിച്ചാലും കഴിയാത്ത രീതിയിൽ കണ്ണുനീർ വരും. ഹല്ലേലൂയ. അങ്ങനെ കണ്ണുനീർ വന്ന് ഏങ്ങി കരയും. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഏങ്ങി കരയുമ്പോൾ ആ കണ്ണുനീർ കുടം പോലെ വന്ന് താഴെ വീഴും. ഈ കണ്ണുനീർ ദൈവത്തിന്റെ പാദത്തിൽ ചെല്ലും. ഹല്ലേലൂയ. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് ഇറങ്ങി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ എത്രത്തോളം ഇറങ്ങി വീഴുന്നു അത്രത്തോളം ആഴത്തിൽ യേശുവിന്റെ രക്തം നിങ്ങളുടെ ശരീരത്തിലേക്ക് മതി. ഹല്ലേലൂയ. ഒരു സൂചി കുത്തുന്നത് പോലെ, ഒരു കുളിർ കോരി ഇടുന്നത് പോലെ, ചിലപ്പോൾ പനി ഇങ്ങനെ പ്രസരിക്കുന്നത് പോലെ, ചിലപ്പോൾ ഒരു ചൂട് വ്യാപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തണുപ്പ് കട്ട പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വരുന്നത് പോലെ, ഇങ്ങനെ ഏത് രീതിയിലായാലും ഹല്ലേലൂയ വന്ന് നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, ശരീരത്തെ തണുപ്പിക്കുന്ന ഉളവുന്ന ഹല്ലേലൂയ അവസ്ഥകൾ ഉണ്ടാവും. ഹല്ലേലൂയ. ഇങ്ങനെ കണ്ണുനീരോടുകൂടെ ഇങ്ങനെ ഹല്ലേലൂയ കരഞ്ഞ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവവും നിങ്ങളും മാത്രമായി തീരും. കുറേ നിമിഷം വേറെ ആരുമില്ല. നിങ്ങൾ സകലതും മറന്ന് സ്വയം ഒരു പ്രത്യേക മണ്ഡലത്തിലാവും. ഇവിടെ ദൈവവും നീ മാത്രം. ഹല്ലേലൂയ. അത്തരം ഒരു മണ്ഡലത്തിലായിരിക്കുമ്പോൾ നിന്റെ പാപങ്ങളും നിന്റെ ശാപങ്ങളും എല്ലാം മാറും. നീ നിർമ്മലനായി തീരും. ഹല്ലേലൂയ. നിഷ്കളങ്കനായി മാറും. ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നിന്നിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നന്മയുള്ളവളായി മാറുവാൻ അത് ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടവരാണ്, ഹല്ലേലൂയ സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചത് എന്ന് പറഞ്ഞ് നാം പാപത്തിൻ്റെ അല്ലെങ്കിൽ ലാഞ്ചനകളോ അല്ലെങ്കിൽ ശാപത്തിൻ്റെ ലാഞ്ചനകളോ അല്ലെങ്കിൽ നാം കാരണം മറ്റുള്ളവർ കരയുകയോ വേദനിക്കുകയോ ഇല്ലാത്തതൊന്നും വരാറില്ല. ഹല്ലേലൂയ. അത്തരത്തിൽ വരുന്നതെല്ലാം ശാപങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ അത്തരത്തിലുള്ള ശാപങ്ങളാൽ ഹല്ലേലൂയ ബന്ധനത്തിലാവാതിരിക്കുവാൻ കർത്താവിൻ്റെ രക്തത്താൽ അന്വേഷണം കഴുകേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഉപവാസ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ ഹല്ലേലൂയ മെല്ലെ അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വ്യക്തികളോട് ഭയങ്കരമായ കയ്പുണ്ടാകും, ചിലപ്പോൾ ചില വ്യക്തികളോട് ഭയങ്കരമായ വിരോധം ഉണ്ടാകും, ചിലപ്പോൾ ചില വ്യക്തികളോട് എന്തെന്നില്ലാത്തൊരു അസൂയ ഉണ്ടാവും, ചിലപ്പോൾ ചില കാര്യങ്ങളോട് നമുക്ക് അനിയന്ത്രിതമായ മോഹം ഉണ്ടാവും, ചിലപ്പോൾ ചില കാര്യങ്ങളോട് വല്ലാത്ത ഈർഷ്യ ഉണ്ടാവും. ഇങ്ങനെ നമ്മളിലുള്ള ചെറുതും വലുതുമായ ന്യൂനതകളെ ഹല്ലേലൂയ പരിഹരിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, അതിനെല്ലാം നിർമ്മലീകരിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. അതിന് ഹല്ലേലൂയ നിദാനമാണ് ഹല്ലേലൂയ പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ സ്തോത്രം.
മാത്രമല്ല ഹല്ലേലൂയ നാം ദൈവത്തെ പുകഴ്ത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വേദി കൂടായി മാറും. ഹല്ലേലൂയ ഒരുപക്ഷെ വീടുകളിൽ നിന്ന് ഒത്തിരി നേരം പ്രാർത്ഥിക്കാറ്, എന്നാൽ കൈകടിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ആലയത്തിൽ കിട്ടുന്ന ഹല്ലേലൂയ വിലയേറിയ സമയമാണ്. ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ഉപവാസ പ്രാർത്ഥനകൾ നാം മുടക്കാതിരിക്കുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ 1 യോഹന്നാൻ 1 പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യർ തന്നെ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 3:12. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അപ്പോൾ നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മറ്റന്നാൾ തിരുവത്താഴമാണ്. അപ്പോൾ തിരുവത്താഴം എടുക്കുന്നതിന് മുമ്പ് നാം ഹല്ലേലൂയ സ്തോത്രം തിരുവത്താഴത്തിൽ എടുക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ നാം ഒന്നുകൂടെ ശുദ്ധീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം അപ്പത്തിൽ നാം പങ്കാളികളായി മാറുന്നു. ഹല്ലേലൂയ സ്തോത്രം രക്തത്തിൽ പാനം ചെയ്യുന്നു. ഹല്ലേലൂയ അങ്ങനെ നമുക്ക് വീണ്ടും ക്രിസ്തുവിലേക്കുള്ള ഒരു പ്രവേശനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ചെറിയ ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉപവാസ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവമക്കളെപ്പോലും തകർക്കുവാൻ, ദൈവമക്കളെപ്പോലും ഭിന്നിക്കുവാൻ, ദൈവമക്കളെപ്പോലും ശുശ്രൂഷകരെപ്പോലും വഴിതെറ്റിക്കുവാൻ വലിയ രീതിയിലുള്ള ആഭിചാരങ്ങളും മന്ത്രങ്ങളും ഒക്കെ ദേശത്ത് നടക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പോലും നമുക്കെതിരെ ഹല്ലേലൂയ ആഭിചാരം ചെയ്യുവാനും മന്ത്രം ചെയ്യുവാനും ജാതികൾ അല്ലാണ്ട് ഹല്ലേലൂയ വെമ്പൽ കൊള്ളുന്ന സമയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ നാം രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ആവശ്യമാണ്. നമുക്ക് ഹല്ലേലൂയ ദൈവത്തോട് കൂടുതൽ അടുപ്പം ആവശ്യമാണ്. ഇത്തരത്തിൽ ആചരിക്കുന്ന പ്രതികൂലങ്ങളെ, പ്രതിബന്ധങ്ങളെ, ശത്രുവിന്റെ പദ്ധതികളെല്ലാം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മ വെട്ടി മാറ്റണമെങ്കിൽ ഹല്ലേലൂയ വലിയൊരു ശക്തി ഇറങ്ങി വരണം. ഹല്ലേലൂയ നാം അഭിഷേകത്തെ വീണ്ടും ആളിക്കത്തണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആവർത്തനം 28-ാമത്തെ നിന്നോട് നിൽക്കുന്ന ശത്രുക്കളെ യഹോവ അതിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഒരു വഴിയായി വരും, എന്നാൽ 7 വഴിയായിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നാം സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചാണ്, എന്നാലും നമ്മളോട് എതിർക്കാൻ അന്ധകാരശക്തി ഇങ്ങനെ വരുമ്പോൾ അവയെ 7 വഴിയായിട്ട് തുരത്തി ഓടിക്കണമെങ്കിൽ നമ്മളിൽ അഭിഷേകത്തിന്റെ ആളത്ത് വെളിപ്പെടണം, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടണം. അതിന് നാം എന്ത് ചെയ്യണം? അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം. അതിന് ഒന്നാമത് വേണ്ടത് ഹല്ലേലൂയ ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന് നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 4-3 വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. അപ്പൊ എത്രത്തോളം ശുദ്ധീകരിക്കപ്പെടാൻ കഴിയുമോ, എത്രത്തോളം നിർമ്മലീകരണം നമ്മുടെ ജീവിതത്തിൽ നടത്താൻ കഴിയുമോ അത്രത്തോളം നാം നിർമ്മലീകരിച്ചേ മതിയാവും. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അവസാന വാക്യം ഹല്ലേലൂയ സ്തോത്രം 23-ാമത്തെ വാക്യം വായിക്കാം. 4:23. സോറി 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സമാധാന ദൈവം യേശു. ഹല്ലേലൂയ. യേശു ശുദ്ധീകരിക്കുന്ന വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കും, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കും, പരിശുദ്ധാത്മാവിന്റെ നിറവാൽ ശുദ്ധീകരിക്കും. അങ്ങനെ സമാധാനത്തിന്റെ ദൈവം യേശു നമ്മെ വിവിധ മണ്ഡലങ്ങളിലൂടെ ശുദ്ധീകരിക്കും. അങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സമർപ്പണം ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ കാരണം ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും വ്യക്തികൾ വ്യസനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശാപമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം ഏതെങ്കിലും വ്യക്തികൾ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ ക്ഷമിക്കണം. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, ഞാൻ അവരെ വേദനിപ്പിച്ചു, അറിഞ്ഞോ അറിയാതെയോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരോട് ഞാൻ ക്ഷമിക്കുന്നു. ദൈവനാമത്തിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നേരിൽ പോയി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവനാമത്തിൽ ക്ഷമ പറയുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, ഞാൻ അവരോട് ദേഷ്യമായി പെരുമാറി, എനിക്ക് അസൂയയോടെ പെരുമാറി, അല്ലെങ്കിൽ വല്ലാണ്ട് അവരോട് ഞാൻ കയർത്ത് സംസാരിച്ചു, ദൈവമേ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. ഇങ്ങനെ ശുദ്ധീകരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ജാതികൾക്ക് പ്രയാസമാണ് ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ജാതികൾക്ക് ശുദ്ധീകരിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ
നമുക്ക് ശുദ്ധീകരിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ എളുപ്പമാണ്. അല്ലേ കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ വാക്കിൽ വന്നു പോയത്, എൻ്റെ ചിന്തയിൽ വന്നു പോയത്, എൻ്റെ പ്രവൃത്തിയിൽ വന്നു പോയത്, എൻ്റെ കൊടുക്കൽ വാങ്ങലിൽ വന്നു പോയത്, ഞാൻ കാരണം ഈ ഭൂമിയിൽ ഏതെങ്കിലും വ്യക്തി ഹല്ലേലൂയ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. എന്നിൽ കുറവ് നികത്തണമേ. എൻ്റെ വായിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിൽ ചീത്തവാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ ആവശ്യമില്ലാത്ത വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് മുമ്പിൽ ഒന്ന് നിരപ്പാകാൻ കഴിയുമെങ്കിൽ, കർത്താവിനോടൊന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ ഒന്ന് കണ്ണ് നനയാൻ കഴിയുമെങ്കിൽ, ആ കണ്ണുനീരോട് ഹല്ലേലൂയ ദൈവത്തോട് യാചിക്കാൻ കഴിയും. നിശ്ചയമായിട്ടും ഇറങ്ങി വരുന്നൊരു സ്നേഹമാണ് യേശു. ഹല്ലേലൂയ. യേശു ഇങ്ങനെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആ സ്തോത്രം വിലാപങ്ങളുടെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ 55-ാമത്തെ വാക്യം. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള വാക്യമാണ്, യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കുണ്ടറ എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തടവറ, അല്ലെങ്കിൽ പ്രയാസമുള്ള സമയം, അല്ലെങ്കിൽ നമ്മൾ കണ്ണുനീരോടെ ആയിരിക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. അടുത്ത് പറയുന്നത്, എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. എങ്ങനെയുള്ള പ്രാർത്ഥന? എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും നീ ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന. അതായത് കരഞ്ഞു വിളിക്കുന്നു, നിലവിളിക്കുന്നു, അങ്ങനെയുള്ള പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ, ഭർത്താവിന് വേണ്ടി ഹല്ലേലൂയ, ഭാര്യയ്ക്ക് വേണ്ടി ഹല്ലേലൂയ. രോഗം വരുമ്പോൾ ഹല്ലേലൂയ നീ നിലവിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ? കരഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ? മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ? ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഹല്ലേലൂയ. നിന്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ കിടക്കയിൽ അരികിലിരുന്ന് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. നീയും ദൈവവുമായിട്ട് മാത്രം ഒരു ബന്ധം ഏർപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്ക്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നെടുവീർപ്പ്, കഴിഞ്ഞ കാലങ്ങളിലുള്ള എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ഹല്ലേലൂയ മറുപടി തരണമേ. അതൊരിക്കലും ഹല്ലേലൂയ അവോയ്ഡ് ചെയ്യരുതേ. ഹല്ലേലൂയ എന്നുള്ള പ്രാർത്ഥന കേട്ടോ. ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, യാചിച്ചാൽ നിന്റെ മുറിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് യേശു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഹല്ലേലൂയ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ രക്ഷയില്ല. ഒരു പക്ഷേ ഭാര്യ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ ഭർത്താവ് ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ അതൊന്നും ഹല്ലേലൂയ നിലനിൽക്കുന്നു എന്നല്ല. എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, നീ ഇനി കരയേണ്ട. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ മകനെ ഞാൻ വിടുവിക്കും, നിന്റെ മകളെ ഞാൻ വിടുവിക്കും. നിന്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിൽ വന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും അതിന് അപ്പീലില്ല. ഹല്ലേലൂയ, സഹോദരൻ. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. നല്ലൊരു അഡ്വക്കേറ്റായി നിന്നുകൊണ്ട് പിശാചിനെ തകർത്തുകൊണ്ട് നിനക്ക് വേണ്ടുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒന്നുണ്ട്, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവത്തോട് നീ സംസാരിക്കാൻ തയ്യാറാണോ? നീ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റിരുന്ന് മുട്ടുകുത്തിയിരുന്ന് കണ്ണുനീരോട് ദൈവത്തോട് യാചിക്കാൻ തയ്യാറാണോ? നിന്നെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നിനക്ക് നേർക്ക് നേർ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് മല്ല് പിടിച്ചതുപോലെ ഹല്ലേലൂയ നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി നിനക്ക് ഹല്ലേലൂയ മുന്നിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആരും വേണ്ട, നിന്റെ അടുത്ത് ആരും വേണ്ട. നീ ഏങ്ങിയിരുന്ന് കരഞ്ഞു നോക്ക്. നീ മനുഷ്യന്റെ മുമ്പിൽ കരയുന്നതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവസ്ഥകൾ മാറ്റിയിട്ട് നീ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് കണ്ണുനീരോട് യാചിച്ചു നോക്ക്. നിനക്ക് വേണ്ടി സ്വർഗ്ഗ
സ്വർഗം ഇറങ്ങി വരും, നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരും. നീ കണ്ണുനീരുടെ താരതനായി കരയുമ്പോൾ നിന്നെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവത്തെ നീ നേരിൽ കാണും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. നിന്റെ കട്ടിലിന് അടുത്തിരുന്ന് നിനക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ? പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിനക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിനക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? പ്രവർത്തിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര വലിയ വിഷയമായിരുന്നാലും നീ ഭയപ്പെടേണ്ട. നീ സ്നേഹിച്ച യേശു, നീ സേവിക്കുന്ന യേശു എല്ലാ വിഷയങ്ങളുടെയും ഹല്ലേലൂയ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായ ഒന്നുമില്ല. ഉപ്പുകൾ അറിയുന്ന, നിലവുകളെ അറിയുന്ന ദൈവമാണവൻ. നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്, നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്, നിനക്ക് വേണ്ടി കരുതിയ ദൈവമാണ്, നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നീ അറിയാതെ നിന്നെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് എന്റെ യേശു. ഹല്ലേലൂയ. 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുമ്പോൾ ദൈവിക ശക്തിയാൽ നിറയുന്നത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കുന്ന ദൈവം, നമ്മെ നിത്യതയിലെത്തിക്കുവാൻ കൊതിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ അടുത്ത് കണ്ണുനീരോട് നിനക്കൊന്ന് യാചിക്കാൻ കഴിയുമോ? നിന്റെ മക്കൾ ഉറങ്ങുകയായിരിക്കാം, നിന്റെ സുഹൃത്തുക്കൾ ഉറങ്ങുകയായിരിക്കാം, നിന്റെ ബന്ധുക്കൾ ഉറങ്ങുകയായിരിക്കാം, നിന്റെ ചാർച്ചക്കാർ ഉറങ്ങുകയായിരിക്കാം, നിന്റെ ഭാര്യ ഉറങ്ങുകയായിരിക്കാം, നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങുകയായിരിക്കാം. നീ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കർത്താവേ അല്ലെങ്കിൽ എന്നെ വിടുവിക്കണമേ, എന്റെ കുറവുകളൊന്ന് പരിഹരിച്ച് എന്നെ വിടുവിക്കണേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ദൈവത്തോട് അറിയിച്ചുകൊണ്ട് ഹല്ലെ നിനക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കണ്ണുനീരോടെ ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വളരെ വളരെ ഹല്ലേലൂയ വിടുതൽ നിന്ന ഒരു വചനമാണ്. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് വളരെയധികം പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വലിയൊരു വിടുതൽ ഹല്ലേലൂയ നാം വായിച്ച് ധ്യാനിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ട ഒരു വാക്യമാണ് ഈ വാക്യം. ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ആഴം വെളിപ്പെടുന്ന ഹല്ലേലൂയ വിടുതൽ വ്യാപരിക്കുന്ന ഒരു മഹത്തായ ഒരു വാക്യം. ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ദൈവത്തിന്റെ മഹനീയമായ ശക്തി വെളിപ്പെടുന്ന ഒരു വാക്യം. ഹല്ലേലൂയ. നിന്നെ സ്നേഹിച്ച ദൈവത്തെ, നിന്നെ കരു ദൈവത്തെ നീ ഒരു പെറുപെറുപ്പും പറയാതെ ഹല്ലേലൂയ നിനക്ക് ദൈവത്തോട് അടുത്ത് വരാൻ കഴിയുമോ? നിന്നെ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 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 നമ്മുടെ വാഗ്ദത്തങ്ങളുടെ മൂടികൾ പിശാച് അടച്ചു വെച്ചിരിക്കുന്നു. രാത്രിയുടെ യാമത്തിൽ ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ വാഗ്ദത്തങ്ങളുടെ മൂടി അടച്ചു വച്ചിരിക്കുന്ന പൈശാചികനെ തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവേ വിടുവിക്കണമേ എന്ന്. ഹല്ലേലൂയ. മനോജെ, ഈ ദൂത് ഏറ്റെടുത്ത് പറയാം, പ്രാർത്ഥിക്കണം. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. എൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഭാവി അടച്ചു വച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പിശാചിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ സർവശക്തനായവേ എൻ്റെ ഈ എളിയ ഹോമിലേക്ക് എളിമലിലേക്ക് ഇറങ്ങി വരണേ. നീ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ചാൽ നിസ്സംശയം ദൈവം ഇറങ്ങി വന്നിരിക്കും. ഒരു ദൂതായിട്ട് ഏറ്റെടുത്ത് സംഭവിക്കും. ഹല്ലേലൂയ. നിനക്ക് ധൈര്യമില്ലേ? നിനക്ക് ജ്ഞാനമില്ലേ? ദൈവത്തോട് ചോദിക്കുക. ദൈവം അത് പകർന്നത്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ക്രിസ്തുവിൽ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പലരുടെയും മക്കൾ ആലയത്തിൽ വരാറില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ മകൻ എൻ്റെ മകൾ ആലയത്തിലേക്ക് വരുവാൻ കർത്താവേ, എന്തെങ്കിലും കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പാരമ്പര്യമായ എന്തെങ്കിലും കുറവുണ്ട്, കർത്താവേ ക്ഷമിക്കണം. ആ ബന്ധനം അഴിയണം. എൻ്റെ മകൻ എന്നോടൊപ്പം, എൻ്റെ മകൾ എന്നോടൊപ്പം ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാകത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവെ ചെലുകണം എന്ന് നീ കണ്ണുനീരോടെ നിന്റെ കട്ടിലിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഹല്ലേലൂയ. നീ കണ്ണുനീരോടെ അല്ലെങ്കിൽ 10 നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ ആ കണ്ണുനീർ ധാരയായി നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നീ ഇരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആ പായിലേക്ക് ഹല്ലേലൂയ കണ്ണുനീർ ഒഴുകി വരുമ്പോൾ ദൈവത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിന്റെ മകനെയോ മകളെയോ ആലയത്തിൽ കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഉടൻ തന്നെ പ്രവർത്തിക്കും. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. കാരണം
ദൈവത്തിന് തൻ്റെ മക്കളുടെ കണ്ണുനീർ പിടിച്ചെടുക്കാൻ ഹല്ലേലൂയ സ്തോത്രം കഴിയില്ല. വേഗത്തിൽ ഒരു വിടുതലുമായി അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. വായിച്ച വചനത്തിലേക്ക് മടങ്ങി ചെല്ലാം. ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കർത്താവേ, നിന്റെ രക്തത്താൽ ഞാൻ സമീപസ്ഥനായി തീർന്നു. കർത്താവേ, നിന്റെ രക്തത്താൽ ഞാൻ സമീപസ്ഥനായി തീർന്നു. എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നീ തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ എൻ്റെ നാവിനെ നീ സഹായിച്ചതിന് നന്ദി. ചലിക്കണമേ കർത്താവേ, എൻ്റെ കുറവുകളെ നിർമ്മലീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവഭാഗത്തിലായിരിക്കുവാൻ എനിക്ക് കൃപ നൽകിയ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഹല്ലേലൂയ ദൈവത്തിൽ നിന്നും വിടുതലുകൾ ഏറ്റുവാങ്ങുവാൻ കഴിയും. ഒന്നുണ്ട്, ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. അത് രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കും. രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരമൊക്കെ എന്തോ ഒരു വിടുതൽ പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ശക്തമായി കർത്താവേ, എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിയുണ്ട്. ഞാൻ സാമ്പത്തികമായി ഞാൻ ഏറെക്കുറെ കഴിഞ്ഞ 2.5 മാസത്തോളം ജോലി വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഈ പറഞ്ഞ പോലെ ലീവ് എടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് ജോലി പ്രവേശിക്കുക. അപ്പോൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ ചില സമയങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ദാനത്തിൽ നിന്ന് ക്രിസ്തു വിഷയപൂർണ്ണമായി തീർത്തത്. ഹല്ലേലൂയ. അതുപോലെ മീറ്റിംഗ് പോകാറില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ആളുകളിലൊക്കെ മീറ്റിംഗ് പോകാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ഏത് വിഷയമാണെങ്കിലും അതിലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് നിംസിൽ ഡോക്ടർ പറഞ്ഞാണ് വേഗത്തിൽ ഒരു സർജറിക്ക് തയ്യാറാവുക. അല്ലെങ്കിൽ ഈ മൂക്കിലൂടെ എല്ലാം തന്നെ എന്താ സൈനസൈറ്റിസ് അതിൻ്റെതായിട്ട് മൊത്തം പാട പോലെ ഇവിടെ തൊട്ട് മൊത്തം പാടയാണ്. നിങ്ങൾ ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണ് എന്നിങ്ങനെ പറയാനുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. അത് ആസ്പത്രിക്കകത്തിരുന്ന് തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയെന്നാണ്. കാരണം ഹല്ലേലൂയ അത്തരത്തിലെ ബുദ്ധിമുട്ടുകളിലും ആ പാടാപ്പിന് ഞാൻ സ്കാൻ ചെയ്തില്ല. സ്കാൻ വലിയൊരു എമൗണ്ടാണ്. എങ്കിൽ പോലും ആ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഒരാഴ്ചയ്ക്ക് പോലും നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അത്തരത്തിലൊരവസ്ഥയും വരാതെ ദൈവം സൂക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ആ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞത് മാക്സിമം 2 ആഴ്ച വരെ. അതിനുശേഷം നിങ്ങൾക്ക് ഭാരമായ അസ്വസ്ഥതകൾ വരും, തല പൊട്ടുന്ന പോലുള്ള വേദനകൾ വരും, മൂക്കൊക്കെ നിങ്ങൾക്ക് ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. അത്രയ്ക്ക് വളർന്നു പോയെന്ന്. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു ശക്തമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. നമുക്കെതിരെ വരുന്ന പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കുന്നൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ അത്തരം ബന്ധനങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ സാമ്പത്തിക ശൂന്യതകളെ പരിഹരിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകൾ അറിയുന്നൊരു ദൈവമുണ്ട്. എല്ലാം അറിയുന്ന ദൈവമാണ് യേശു. ഹല്ലേലൂയ. കാരണം അവൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. അവൻ്റെ ഹല്ലേലൂയ മക്കളാണ്. ഹല്ലേലൂയ. വിശ്വാസികൾ മാത്രമല്ല, അവൻ്റെ മക്കളാണ്. യേശുവിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ പ്രിയ മക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് തന്നെ നിന്റെ വിഷമങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ ആകുലതകൾ, നിന്റെ പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവ നിനക്ക് പറയുവാൻ ഒരു അവസരമുണ്ട്. യേശുവിനോട് പറയാം. ഹല്ലേലൂയ. തുറന്ന് പറയാം. കർത്താവേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ കുറവുകൾ നികത്തണമേ, എനിക്ക് ആലയത്തിൽ എന്നും വരുവാനുള്ള കൃപ നൽകണമേ, മുടങ്ങാതെ ആലയത്തിൽ വരുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനകൾ മുടങ്ങാതെ വരാനുള്ള കൃപ നൽകണമേ. എൻ്റെ മക്കളും മരുമക്കളും ചെറുമക്കളും, ഞാനിടെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, പുഷ്പലീല ആൻ്റിയുടെ അവരുടെ മക്കളും ചെറുമക്കളും മാത്രം വന്നാൽ മതി, ഈ സഭ മൊത്തം നിറഞ്ഞു. 2 ആരാധന വെക്കേണ്ടി വരും. അതായത് 2 ഷിഫ്റ്റായിട്ട് വെക്കേണ്ടി വരും. അവരെ മക്കളും ചെറുമക്കളും മാത്രം വന്നാൽ മതി, നമുക്ക് 2 ആരാധന വെക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മക്കളും മരുമക്കളും ചെറുമക്കളുമൊക്കെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുന്നു വന്നാട്ടെ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സ്പർശിക്കും. അവരെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ദൈവം അവരെ ആകർഷിക്കും. ഇങ്ങനെയൊക്കെ എത്രയോ പേരുടെ കണ്ണുനീരുള്ള പ്രാർത്ഥനയാണ് നമ്മളും ദൈവഭാഗത്തെത്തിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇങ്ങനെ സമീപസ്ഥരായി തീർന്നത് നമ്മുടെ ഭാഗ്യമാണ്. യേശുവിൻ്റെ രക്തത്താൽ നാം സമീപസ്ഥരായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്താൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം കൃപയിലായിരുന്നുകൊണ്ട് ഹല്ലേലൂയ
മുഴുമഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊള്ളുന്നു. അവസരം നൽകിയ ദേവദാസനും സഭയ്ക്കും ഒക്കെ നന്ദി പറഞ്ഞു നിർത്തുന്നു. ആമേൻ.